Hello all, welcome to another section. ഇവിടെ നമ്മൾ യൂണിറ്റ് 11 ആണ് നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ യൂണിറ്റ് 11 ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് ആണ്. ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് ഓക്കെ. അപ്പോൾ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സൊക്കെ, അതായത് നമ്മൾ മെഷീനറിയൊക്കെ നമ്മൾ, അതായത് ഫിക്സഡ് അസറ്റ്സ് ആണ് കൂടുതലും ഈ ഹയർ പർച്ചേസിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ല, പിന്നെയോ എന്താണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എമൗണ്ട് അടച്ച് തീർക്കുന്നതിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ദ പർച്ചേസർ മേ എയ്തർ മേക്ക് എ ഫുൾ പേയ്മെൻറ്റ് അറ്റ് വൺ ടൈം ഓർ മേ ഡെഫർ ദ പേയ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഒറ്റ തവണയായിട്ട് നമ്മൾ എമൗണ്ട് എല്ലാം ഒരു ഇതിൻ്റെ കൊടുത്ത് തീർക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ തവണകളായിട്ട്. വെൻ ദ പേയ്മെൻറ്റ് ഈസ് ഡെഫേർഡ് ദ എമൗണ്ട് മേ ബി പെയ്ഡ് ഇൻ മന്ത്ലി, ക്വാർട്ടർലി ഓർ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം നമ്മൾ പിന്നീടാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി, ഇയർലി, അങ്ങനെ നമ്മൾ കൊടുക്കാം. വെൻ ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് പെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഹയർ ദാൻ ദി ആക്ച്വൽ ക്യാഷ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. അപ്പം നമ്മളിങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾമെൻറ്റ്സിലോട്ട് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ദ എക്സസ് പ്രൈസ് ഇസ് ദ ചാർജ് ഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ദ റിസ്ക് ഇൻവോൾവ്. അപ്പോൾ ആ എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സാധനം വിറ്റ് ആ വ്യക്തിക്ക് എന്താണ് അയാളുടെ ഒരു ലാഭം, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന റിസ്ക്, അതായത് നമുക്ക് അയാൾ തരുന്ന ഫേവർ എന്താ, ഇപ്പോൾ പൈസ തരണ്ട, തവണകളായിട്ട് തന്നാൽ മതി. അപ്പോൾ അയാൾ നമുക്ക് തരുന്ന ഫേവറിന് അയാൾക്ക് കിട്ടുന്ന ഒരു ചെറിയ ശതമാനം പ്രോഫിറ്റിനെയാണ്, ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രോഫിറ്റാണ് ഏത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് അറേഞ്ച്മെൻറ്റ് ഓഫ് മേക്കിംഗ് ദ പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഈസ് ബെനഫിഷ്യൽ ടു ബോത്ത് ദ സെല്ലർ ആൻഡ് ബയർ. അപ്പം സെല്ലർക്കും ബയർക്കും ഒരുപോലെ എന്താണ് ബെനഫിഷ്യലാണ് ഈ ഒരു മെത്തേഡ്. The seller is able to sell more goods and the buyer can buy expensive items with his limited resource. അപ്പോൾ എങ്ങനെയാണ് സെല്ലർക്ക് ഇത് ഗുണകരമാവുന്നത്? സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുമ്പോൾ കൂടുതൽ ഗുഡ്സ്, കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിക്കും, അപ്പോൾ നമ്മൾ കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റും. അതേപോലെ ബയ്യർക്ക് എന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം, അതായത് ഒറ്റ തവണ തുക കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഹി ക്യാൻ ബൈ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ശരിയല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് പേർക്ക് അത് നല്ലതാണ്. ദീസ് ആർ ടു സിസ്റ്റംസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്. അപ്പോൾ രണ്ട് സിസ്റ്റമാണ് ഈ ഡെഫേർഡ് പേയ്മെൻറ്റിനുള്ളത്. നമ്പർ 1 ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇത് രണ്ടെണ്ണമാണ്, രണ്ട് മെത്തേഡാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഹയർ പർച്ചേസ് എന്താണെന്ന് നോക്കാം. നേച്ചർ ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. A hire purchase agreement is one under which the buyer takes delivery of goods promising to pay the price in certain number of installments and until full payment is made. ഹയർ പർച്ചേസിൽ നമ്മുടെ ബയർ പറയാണ് ഗുഡ്സ് ഞാൻ എടുക്കും, പക്ഷേ പേയ്മെൻറ്റ് നമ്മൾ തവണകളായിട്ടേ തരുത്തുള്ളൂ. ആ ഫുൾ പേയ്മെൻറ്റ്, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് തീരുന്നിടം വരെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചോളാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റാണ്. ടു ട്രീറ്റ് ദ പേയ്മെൻറ്റ് ആസ് ഹയർ ചാർജസ് ഫോർ യൂസിങ് ദ സെഡ് ഗുഡ്സ്. അപ്പം നമുക്ക് അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഹയർ ചാർജ്. ഇൻ ഫാക്ട് എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് വിൽ ബി ഗിവൺ ബൈ ദ ഓണർ ഓഫ് ദി ഗുഡ്സ് ടു ദ ഹയർ പർച്ചേസർ. അത് നമ്മൾ ആരാണോ പർച്ചേസ് ചെയ്യുന്ന അയാൾക്ക് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കണം. പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കണം പേയ്മെൻറ്റ് നടത്തുന്നത്. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഹയർ ചാർജ് സോ ദാറ്റ് ഇഫ് ഡിഫോൾട്ട് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് of even the last installment is made, the seller will be entitled to take away the goods without compensating the hire purchaser in any form. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഫെയിൽ ആക്കുവാണെങ്കിൽ, ഈവൻ അത് ലാസ്റ്റത്തെ ആണെങ്കിൽ കൂടി നമ്മുടെ സെല്ലർക്ക് എന്ത് റൈറ്റ് ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ടേക്ക് ഓവർ ചെയ്യാനുള്ള, ബയ്യറുടെ കയ്യിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. If all payments are paid and the other condition are fulfilled, the ownership of the goods will pass to the buyer. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ ഫുൾഫിൽ ചെയ്തു. അതുപോലെ വി പെയ്ഡ് ഓൾ ദി ഇൻസ്റ്റാൾമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദാറ്റ് പർച്ചേസ്. അങ്ങനെ അത്രയും വന്നു കഴിഞ്ഞാൽ ആ അസറ്റ് പിന്നെ ആർക്ക് സ്വന്തമാണ്, ആ ഒരു ബയ്യർക്ക് സ്വന്തമാണ്. അതിൻ്റെ ലീഗലായിട്ടുള്ള ഓണർഷിപ്പ് യു ഹാവ് ടു ട്രാൻസ്ഫർ ഫ്രം ദ സെല്ലർ ടു ദ ബയർ. ഓക്കെയാണ്, ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട്, ഹയർ പർച്ചേസിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ടെക്സ്റ്റിനകത്ത് ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു അല്ലെങ്കിൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമെന്ന് തോന്നുന്നൊരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ.
ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ പാർട്ടീസ്. ആരൊക്കെയാണോ ഇതിനകത്തെ പാർട്ടീസ് അവർ സൈൻ ചെയ്തിരിക്കണം, അവരെന്താണ് ആ എഗ്രിമെൻറ്റ് എഴുതി തന്നെ തയ്യാറാക്കണം. Then according to section 4 of Hire Purchase Act 1972, the agreement must state, അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ the higher purchase price of the goods to which the agreement relates. ഏത് ഗുഡ്സിനാണ് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നത്. The cash price of goods, അതായത് ആ ഒരു ഗുഡിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്, ദാറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് മേ ബി പർച്ചേസ്ഡ് ബൈ ദ ഹയറർ ഫോർ ക്യാഷ്. ക്യാഷിനാണെങ്കിൽ എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. തേർഡ് വൺ, ദ ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെൻറ്റ് ഷാൽ ബി ഡീം ടു ഹാവ് കമൻസ്ഡ്. ആ ഒരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. ദ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈ വിച്ച് ദ ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ടു ബി പെയ്ഡ്. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് എടുത്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്, അതായത് തവണകളായിട്ടാണല്ലോ, എത്ര തവണകൾ അടച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദ ഗുഡ്സ് ടു വിച്ച് ദ എഗ്രിമെൻറ്റ്സ് റിലേറ്റ്സ് ഇൻ എ മാനർ സഫിഷ്യൻ ടു ഐഡൻറ്റിഫൈ ദ. അപ്പോൾ നമ്മൾ ഏത് ഗുഡ്സാണെന്നുള്ളത്, അതായത് ഏത് ഗുഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തതയോടെ നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. ഇത്രയാണ്. ദെൻ നോക്കാം റൈറ്റ്സ് ഓഫ് ഹയറേഴ്സ്. അതായത് ഹയർ ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ പറയുന്ന പേരാണ് ഹയറേഴ്സ്. ലെറ്റ് സീ വാട്ട് ആർ ദെയർ റൈറ്റ്സ്. നമ്പർ 1, ദ ഓണർ കനോട്ട് ടെർമിനേറ്റ് ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഹയർ or due to an unauthorized act or breach or expressed condition unless a notice in this regard in writing is given to the hirer. അതായത് ഈ നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിനകത്ത് ചിലപ്പം എന്തെങ്കിലും ആ വ്യക്തി എന്തെങ്കിലും പേയ്മെൻറ്റ് ഡിഫോൾട്ട് അയക്കിയെന്ന് വരാം, അതായത് പേയ്മെൻറ്റ് കൊടുത്തില്ല എന്ന് പറയാം. അങ്ങനെ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റിൽ പറയാത്ത എന്തെങ്കിലും ആക്ഷൻസ് നമ്മുടെ ബയ്യറുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിനെതിരെയായിട്ട് അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സെല്ലർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഗ്രിമെൻ്റ് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, ഒരു നോട്ടീസ് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കണം, ബയ്യർക്ക് ഓർ ദ ഹയറർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാം, പക്ഷേ എന്ത് വേണം, ഒരു പ്രയർ നോട്ടീസ് ആർക്ക് കൊടുത്തിട്ട്, ആ ഹയറർക്ക് കൊടുത്തിട്ട് അയാൾക്കും കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ നോട്ടീസ് പീരീഡ് ഈസ് 1 week where the hirer is payable at week or less than the interval and 2 weeks in other cases. അപ്പം മിനിമം നമ്മൾ ഒരു ആഴ്ചയെങ്കിലും ഒരാഴ്ചയെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത്ര നോക്കിയാൽ മതി, അതിൻ്റെ ഒരാഴ്ചയെങ്കിലും മിനിമം നമ്മൾ കൊടുത്തിരിക്കണം. അടുത്തത്, ഇൻ ദ ഫോളോവിങ് കേസസ് ദ റൈറ്റ് ടു പൊസസ് ദ ഗുഡ്സ് വിൽ നോട്ട് എക്സിസ്റ്റ് അൺലെസ് ഇറ്റ് ഈസ് സാങ്ഷൻഡ് ബൈ ദി കോർട്ട്. അതായത് താഴെ പറയുന്ന കാര്യങ്ങളിൽ ഗുഡ്സ് പൊസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതായത് കോർട്ടിൻ്റെ ഓർഡർ ഇല്ലാതെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷനാണ് താഴെ പറയുന്നത്. വേർ ദ ഹയർ പർച്ചേസ് പ്രൈസ് ഇസ് ലെസ് ദാൻ 15,000 ആൻഡ് 1/2 ഓഫ് ദി ഹയർ പർച്ചേസ് പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചടച്ച് നമ്മുടെ ടോട്ടൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ അതിൻ്റെ 1/2 ആയെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെല്ലർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗുഡ്സ് പിടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ 15 അല്ലെങ്കിലല്ല, അതും പിന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ദ ഹയർ പർച്ചേസ് പ്രൈസ് ഇസ് ലെസ് ദാൻ 15,000. ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,000-ൽ താഴെ ആയിരിക്കണം. ഈ 2 കണ്ടീഷനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ സെല്ലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ബയ്യറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് പോയിന്റ്, വേർ ദ ഹയർ പർച്ചേസ് പ്രൈസ് ഇസ് ഹയർ 3/4 ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. അതുപോലെ ഇപ്പോൾ നമ്മൾ 15,000-ൻ്റെ കാര്യം, അതുപോലെ നമ്മുടെ ഹയർ പർച്ചേസ് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ 3/4, അതായത് നമ്മൾ 3/4% അങ്ങനെ നമ്മൾ പറയത്തില്ലേ, 3/4 ഓഫ് ദി ഹയർ പർച്ചേസ് പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്. അങ്ങനെ അതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അയാൾക്കത് തിരിച്ചെടുക്കാൻ, അത് ആ ഒരു പ്രോഡക്റ്റ് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. The hirer has the right of receiving from the owner on payment of ₹1 for expenses. ₹1 എന്ന് പറഞ്ഞിരിക്കുന്നത് വെറും 1 അല്ല കേട്ടോ, അതൊരു നമ്മളൊരു എക്സ്പെൻസ് അയാൾക്ക് ആയ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം എന്നൊരു മീനിങ്ങേ ഉള്ളൂ. The hirer has the right
ഓഫ് റിസീവിങ്, ആ ഹയർ എന്ന് വെച്ചാൽ നമ്മുടെ ബയ്യർക്കുള്ള റൈറ്റ് എന്താണ്, ഓണറുടെ കയ്യിൽ നിന്ന് അയാൾക്കുണ്ടായ പേയ്മെൻറ്റുകൾക്ക് എക്സ്പെൻസുകൾക്ക് ഇങ്ങോട്ട് റീഫണ്ട് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ആ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. Then if the amount paid by the hirer till the date of repossession of the good and the value of goods on the date of repossession taken together exceeds the hire purchase price, the excess is payable to the hirer. അതായത് നമ്മൾ കുറച്ച് മുന്നേ കണ്ടു, നമ്മൾ എന്താണ് ഹയർ പർച്ചേസ് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തു കഴിയുമ്പം അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും ഇതും തമ്മിൽ, അതായത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചതും തമ്മിൽ എക്സീഡ് ചെയ്യണം, പർച്ചേസ് പ്രൈസിനേക്കാൾ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്ത് ചെയ്യണം, ഹയറർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഹയററുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത അസർട്ടൈനിങ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ക്യാഷ് പ്രൈസ് എന്നുള്ളതാണ്. എ ലിമിറ്റഡ് പർച്ചേസ് എ മെഷീൻ ഓൺ ഹൈ പർച്ചേസ് ഫ്രം ഇസഡ് ലിമിറ്റഡ് on January 1, 2016, paying 8,000 immediately and agreeing to pay three annual installment of rupees 8,000 each on December 31st every year. അതായത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇസഡ് ലിമിറ്റഡിൻ്റെ അടുത്തു നിന്ന് ഒരു മെഷീൻ വാങ്ങിക്കുന്നു. എന്നാ വാങ്ങിക്കുന്നത്? January 1, 2016. പേയിങ് 8,000 ഇമ്മീഡിയറ്റ്ലി, അതായത് നമ്മൾ ബേസായിട്ടൊരു എമൗണ്ട് കൊടുക്കണമല്ലോ തുടക്കത്തിൽ, അത് നമ്മൾ 8,000 രൂപ നമ്മൾ കൊടുത്തു. ആൻഡ് എഗ്രീയിങ് ടു പേ 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് rupees 8,000 ഈച്ച് ഓൺ December 31st. അപ്പം പിന്നെ അവർ പറഞ്ഞു 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഞങ്ങളിത് തീർത്തോളാം. അപ്പം ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ എത്ര രൂപ വെച്ച് കൊടുക്കണം? 8,000 വെച്ച് നമ്മൾ കൊടുക്കണം എല്ലാ വർഷവും. ഓക്കെ, ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ ഈസ് 29,800. ആ ഒരു മെഷീൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 29,800 ആണ്. ആൻഡ് ദ വെൻഡേഴ്സ് ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് 5% പെർ ആനം. അതുപോലെ ആ വെൻഡേഴ്സ് എന്ന് വെച്ചാൽ ആരാ? നമുക്ക് ഗുഡ്സ് തന്ന ആ വ്യക്തികൾ, അവരാരാ? അവർ ഇസഡ് ലിമിറ്റഡ് ആണ്. അവർ 5% ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ എവറി ഇയർ. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും ആ ബയ്യർ സെല്ലർക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, ഇലിസ്ട്രേഷൻ 1 നോക്കാം. അപ്പോൾ എവിടെ വരെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? എ ലിമിറ്റഡ് പർച്ചേസ്. അപ്പം പർച്ചേസർ ആരാണ്? പർച്ചേസ് ചെയ്യുന്ന കമ്പനിയാണ് എ ലിമിറ്റഡ്. ഓക്കെ, എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്ന? ഇസഡ് ലിമിറ്റഡ് എടുത്തുനിന്ന്. ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, 3 വർഷത്തേക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ 8,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പ്രൈസ് 29,800 ആണ്. 5% ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതാ നോക്കി. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ് ആണ്. ഓക്കെ, ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തുവാ? ഹയർ പർച്ചേസ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനും ഇക്വേഷൻ ഉണ്ട്, ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ഈ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് എത്ര വർഷത്തേക്കാണോ നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റു എത്ര രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പം ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് എത്ര? ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 8,000 റുപ്പി, പേയിങ് 8,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. സോ 8,000 പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു 3 × 8,000. 3 വർഷമാണ്, ഓരോ വർഷവും 8,000 രൂപ വെച്ച്. സോ 3 × 8,000. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞ് 32,000 വരും. ഓക്കെ ആണോ? 32,000. ഇനി എന്തുവാ കണ്ടുപിടിക്കുക? ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക. ക്യാഷ് പ്രൈസ് ക്വസ്റ്റനിൽ അവൈലബിൾ ആണ് 29,800. അതായത് ആ ഒരു മെഷീൻ്റെ ആക്ച്വൽ പ്രൈസിനെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 29,800. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ഹയർ പർച്ചേസ് പ്രൈസ് 32,000 മൈനസ് ക്യാഷ് പ്രൈസ് 29,800. എത്ര വരും ടോട്ടൽ ഇൻട്രസ്റ്റ്? 2,200, 2,200. ഓക്കെ ആണോ? ഇനി ഇത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ഈ 2,200 എന്ന് പറഞ്ഞ ടോട്ടൽ ഈ 3 വർഷത്തേക്കും കൂടെ ചേർത്തിട്ട് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും, അതായത് ഓരോ തവണയും നമ്മൾ ഓരോ വർഷവും നമ്മൾ 8,000 രൂപ വെച്ച് കൊടുക്കുമല്ലേ, ആ ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടും ഇക്വേഷൻ ഉണ്ട്. നോക്കിക്കുക, അതിന് നമ്മൾ ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷം ഇനി എത്ര രൂപയും കൂടെ നമ്മൾ കൊടുക്കാനുണ്ട്.
ടോട്ടൽ ക്യാഷ് പ്രൈസ് എത്രയാണ് 29,800. ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് 8,000. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയും കൂടെ നമ്മൾ പിന്നെ ആദ്യം കൊടുക്കണം? അല്ല, ആദ്യം നമ്മൾ 8,000 ഓൾറെഡി കൊടുത്തല്ലോ. ബാക്കി ഇനി എത്ര രൂപയും കൂടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊടുക്കാനുണ്ട്? 29,800. അപ്പോൾ നമ്മൾ ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ 29,800 ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഇത് ഇക്വേഷൻ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ്? 21,800 ഇൻറ്റു റേറ്റ് എത്രയാണ്? 5. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 5 ഇൻറ്റു 100. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 1,090 എന്ന് കിട്ടും. ഓക്കെ ആണോ? 1,090. ഇനി ക്യാഷ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 8,000. ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 1,090. അങ്ങനെയാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 6,910. ഓക്കെ ആണല്ലോ. അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദി ടൈം ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇനി സെക്കൻഡിനത്തെ നോക്കുകയാണേ. സെക്കൻഡിനകത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. തുടക്കം മുതലേ ഉള്ള എമൗണ്ട് നമ്മളിനി എടുക്കണ്ട. ഇനി എത്രയാണോ ഉള്ളത് അതിനകത്തൊന്ന് കുറച്ച് പോയാൽ മതി. ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര? 21,800 മൈനസ് ക്യാഷ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അത് നമ്മൾ കണ്ടുപിടിച്ചു 6,910. അപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയെന്ന് വരും? 14,840. ഇനി അതിനും നമ്മൾ ആ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻ തന്നെയാണ് തൊട്ട് മേളിൽ നമ്മൾ ചെയ്തത്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് എത്രയാണ്? 14,890 ഇൻറ്റു 5/100 ചെയ്യുമ്പോൾ നമുക്ക് 745 കിട്ടും. 745. ഓക്കെ ആണോ? ദെൻ ക്യാഷ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8,000-ൽ നിന്ന് സെക്കൻഡിൻ്റെ, അതായത് മേളത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. 745 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും 7,255. മേളിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. പിന്നീട് അവർ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ബാക്കി എത്ര ആയത് നമുക്ക് വന്ന്? 14,890 മൈനസ് ക്യാഷ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? 7,255. ഓക്കെ ആണോ? ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? 8,000. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 7,635. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 365 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും, അതായത് നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ അടച്ച ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് ആയ ഈ എമൗണ്ട് 2,000 എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ഒരു എമൗണ്ട് കിട്ടിയില്ലേ? 2,200 നമുക്ക് കിട്ടുന്നത്. ഇത്ര ഒന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്കും ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും ചെയ്യാം. അടുത്ത നോക്കണ്ടേ, വെൻ ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ ബട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഗിവൺ. അതായത് ടോട്ടൽ ക്യാഷ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ്സും തന്നിട്ടുണ്ട്, പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ചെയ്ത ഇലിസ്ട്രേഷനിൽ 5% അല്ലായിരുന്നോ ഇൻട്രസ്റ്റ്. ഇവിടെ പക്ഷേ ഈ മെത്തേഡിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തരത്തില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഞാനത് സ്റ്റെപ്സ് പറഞ്ഞ് ടൈം കളയുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഇലിസ്ട്രേഷനിലേക്ക് പോവാണ്. ഇലിസ്ട്രേഷൻ 2 ആണ് ചെയ്യുന്നത്. ഹയർ പർച്ചേസ് കഴിഞ്ഞ പ്രോബ്ലത്തിന് സെയിം തന്നെയാണ്. ഹയർ പർച്ചേസ് പ്രൈസ് 32,000, അതായത് 8,000 ഡൗൺ പേയ്മെൻ്റ് ആണ്, ബാക്കി പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് 8,000 രൂപ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 32,000. ക്യാഷ് പ്രൈസ് 29,800, ഡൗൺ പേയ്മെൻറ്റ് 8,000. ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരാത്തത്. ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ മേളിലുണ്ട്, ചെക്ക് ചെയ്തേക്കണം. 32 ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പർച്ചേസ്.
ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് 32,000 ആണ്. ക്യാഷ് പ്രൈസ് 29,800 ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് 2,200. ഇനി റേറ്റ് തന്നിട്ടില്ലാത്തപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യം 3 വർഷത്തേക്കല്ലേ, അപ്പോൾ ബിഗിനിങ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 നമ്പർ 3 വർഷം. ദെൻ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അവിടെ ആദ്യത്തെ വർഷം 32,000 മൈനസ് 8,000, അതായത് മൊത്തം 32,000 ആണ്. അതിനകത്തുനിന്ന് ആദ്യത്തെ എന്താണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കുറയ്ക്കുന്നു 8,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24,000. ഓക്കെ ആണോ? ഞാൻ സെക്കൻഡ് കോളം ഫുൾ അങ്ങ് പറയുകയാണ് കേട്ടോ, നോട്ട് ചെയ്തോണം. ആ കാൽക്കുലേഷൻ വേണ്ടവർ നോട്ട് ചെയ്തോണം. ആദ്യത്തേത് 24,000 കിട്ടുന്നത് ആ 32,000 മൈനസ് 8,000. ഇനി രണ്ടാമത്തതിൽ നമുക്ക് മേളിൽ കിട്ടിയ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? 24,000. അതിനകത്തുനിന്ന് വീണ്ടും 8,000 ലെസ് ചെയ്യണം. എത്ര വരും? 16,000. മൂന്നാമത്തെ വർഷം 16,000, അതായത് രണ്ടാമത്തേനകത്തുനിന്ന് 16,000-ൽ നിന്ന് വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ലെസ് ചെയ്യണം 8,000. അപ്പോൾ നമുക്ക് കിട്ടും 8,000. ഓക്കെ ആണോ? ആ ടേബിൾ അത്രയും ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ കോളം നമ്പർ 2-ൽ കിട്ടിയ എമൗണ്ട്സിൻ്റെ റേഷ്യോ എടുക്കുക എന്നുള്ള. കോളം നമ്പർ 2, അതായത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിലൂടെ ഫസ്റ്റ് 24,000, സെക്കൻഡ് 16,000, തേർഡ് 8,000. അതായത് 24:16:8. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. അതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. 24-ന് നേരെ 3, 16-ന് നേരെ 2, 8,000-ന് നേരെ 1. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന നോക്കിക്കേ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 2,200 ആണല്ലേ. അപ്പോൾ ഇതാ ബ്രാക്കറ്റ് നോക്കിക്കേ, 2,200 ഇൻറ്റു ആ കോളത്തിൻ്റെ കറക്റ്റ് റേഷ്യോ 3 സം ഓഫ് റേഷ്യോ, അതായത് റേഷ്യോയുടെ ടോട്ടൽ 3 + 2 + 1 6. അതുകൊണ്ട് 2,200 ഇൻറ്റു 3/6. രണ്ടാമത്തേൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ വർഷത്തെ സെയിം 2,200 ഇൻറ്റു അതിൻ്റെ റേഷ്യോ എത്ര? 2, സം ഓഫ് റേഷ്യോ 6. അതുപോലെ മൂന്നാമത്തെ വർഷത്തിൻ്റെ 2,200 ഇൻറ്റു 1/6. അപ്പോൾ നമുക്ക് 367 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 2,200 ആയിട്ടുണ്ട്. അപ്പോൾ ഇതും വേറൊരു മെത്തേഡാണ്. ഇൻ കേസ് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് അസർടൈൻമെൻറ്റ് ഓഫ് ടോട്ടൽ ക്യാഷ് പ്രൈസ്. ടോട്ടൽ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുന്നതാണ്. അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. വിത്തൗട്ട് ദ കുറേ അല്ല, 2 മെത്തേഡ്സ്. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആനുവിറ്റി ടേബിൾ ഒന്നും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആനുവിറ്റി ടേബിൾ 2. ഈ ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ടേബിൾ നമുക്ക് അരിത്തമെറ്റിക്കൽ അങ്ങനെ ഒരു ടേബിൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ടാണ്. പക്ഷെ നമുക്ക് ആ ടേബിളിൻ്റെ ആവശ്യം നമുക്കില്ല. അവർ വാല്യൂസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റത്തെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സപ്പോസ് ദർ ആർ 3 ഇൻസ്റ്റാൾമെൻറ്റ്, ദ ഇൻട്രസ്റ്റ് വിൽ ബി കാൽക്കുലേറ്റഡ് ഫസ്റ്റ് ഓൺ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഏറ്റവും ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ദെൻ ഓൺ ദി സെക്കൻഡ് ആൻഡ് ലാസ്റ്റ്ലി ഓൺ ദി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. പിന്നെ സെക്കൻഡിലേക്ക് പോകും, അവസാനമായിരിക്കും ഫസ്റ്റിലേക്ക് വരുന്നത്. നോ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡൗൺ പേയ്മെൻറ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി എലമെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, കാരണം അതിന് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇക്വേഷൻ നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പം ചെയ്യുന്ന മെത്തേഡൊന്നും ഞാൻ പറയുന്ന സമയം കളയുന്നില്ല. നമുക്ക് ഇലിസ്ട്രേഷൻ 3ലേക്ക് ഡയറക്റ്റായിട്ട് പോകാം. രേണുക പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ 1st January 2015 ഓൺ ഹയർ പർച്ചേസ് ബേസിസ് ഫോർ 5,000 പേബിൾ ആസ് അണ്ടർ. പർച്ചേസ് ചെയ്ത് 1st January 2015 ആണ്. ഹയർ പർച്ചേസിനാണ് വാങ്ങിച്ചത്. 5,000 രൂപ വീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡൗൺ പേയ്മെൻറ്റ് 930, 930. അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1,426 കൊടുക്കണം. സെക്കൻഡിലത്തെയും കൊടുത്തിട്ടുണ്ട്, തേർഡിലെയും കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. ഓക്കെ ആണോ? കാൽക്കുലേറ്റ് ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ക്യാഷ് പ്രൈസ്, മെഷീൻ്റെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ദാ നമ്മളിങ്ങനൊരു ടേബിൾ വരയ്ക്കേണ്ടി വരും. ആ ടേബിളിലെ കണ്ടൻസ് നിങ്ങളും കാണാൻ പഠിച്ചാൽ മതി. ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാ? തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് നോക്കി എത്രയാ? മൂന്നാമത്തേൻ്റെ 8,840 അല്ലേ? സോ 840 ലെസ് ഇൻട്രസ്റ്റ്. ഇതാ നോക്കിക്കേ, ലെസ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കാൽക്കുലേഷനാണ് ഇപ്പുറത്താ കൊടുത്തേക്കുന്നത്. 840 ഇൻറ്റു റേറ്റ് എത്രയാ? 5 അല്ലേ? 5/100 പ്ലസ് റേറ്റ്, അതായത് 100 + 5 105. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് 40 അവിടെ കിട്ടുന്നത്. അപ്പം ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് 840 മൈനസ് 40 എത്ര വരും? 800. അപ്പം തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്? 800. ഇനി അതിനകത്ത് എന്ത് ചെയ്യണം? ആഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാ? 1,804. അതാ നോക്കിക്കേ, ആഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 1,804. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വരും? 800 പ്ലസ് 1,804 2,604 എന്ന് വരും. ഇനി എന്താ? അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 2,604 ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കാൽക്കുലേഷൻ. 2,604 ഇൻറ്റു 5/105. അപ്പോൾ എത്ര വരും? 125. ദെൻ വീണ്ടും അത് രണ്ടും കൂടെ ലെസ് ചെയ്യുന്നു. എമൗണ്ടിൽ നിന്ന്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വരും? 2,480. ഇതാ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 1,426. അതും കൂടെ ആഡ് ചെയ്തേ, 1,426. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. എത്രയാ? 3,906. അതിനകത്തുനിന്ന് വീണ്ടും ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. കാൽക്കുലേഷൻ അപ്പുറത്തുണ്ട്. 3,906 ഇൻറ്റു 5/105 എത്ര വരും? 2,720. ഇനി ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട്, ലാസ്റ്റ് ഇയർ മീൻസ് നമ്മൾ പുറകിൽ നിന്നല്ലേ തുടങ്ങിയത്, അപ്പം ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആകും. അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ ആഡ് ചെയ്യണം? ലാസ്റ്റ് ഇയറിൽ കിട്ടിയ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 930. അതുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടുന്നത്. അതായത് 3,720 പ്ലസ് 930 4,650 എന്ന് വരും. അടുത്തത് നമ്മളിപ്പോൾ നോക്കിയത് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആനുവിറ്റി ടേബിൾ ആണ്. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആനുവിറ്റി ടേബിൾ ഒന്ന് നോക്കാം. അതിൻ്റെ ഞാൻ ഇലിസ്ട്രേഷനിലോട്ട് അങ്ങ് പോവുകയാണ്. എക്സ് ലിമിറ്റഡ് ഇലിസ്ട്രേഷൻ 4. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ആസ് ഫോളോസ്. ഡൗൺ പേയ്മെൻറ്റ് 232.50. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, തേർഡ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. The payment are made at the end of first year, second year and third year respectively. The rate of interest is 5%. The annuity table shows that the present value of ₹1 for 1, 2 and 3 years. അപ്പം ഒരു രൂപയുടെ എന്താണ് വാല്യൂ, പ്രസൻറ്റ് വാല്യൂ നമുക്ക് നോക്കണം. ഓക്കെ, കാരണം നമ്മൾ ഫ്യൂച്ചറിലെ വാല്യൂല്ലേ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പം 1-ൻ്റെയും 2-ൻ്റെയും 3-യുടെയും പ്രസൻറ്റ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. 1-ൻ്റെ 0.9524, 2-ൻ്റെത് 0.9070 ആൻഡ് 3-യുടേത് 0.8639. കാൽക്കുലേറ്റ് ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ. നോക്കിക്കേ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ആദ്യം ഒരു ടേബിൾ പോലെ വരയ്ക്കണം. ക്യാഷ് ഡൗൺ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്, ടോട്ടൽ. ഓക്കെ ആണോ? അപ്പോൾ ക്യാഷ് ഡൗൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രയാണെന്ന് പറയുന്നുണ്ട്. എത്രയാ? 232. പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 എത്രയാണ് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ വർഷമല്ലേ, അപ്പം അവിടെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ 2,300. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് കോളം ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് 1, തേർഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ആ രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ അത് കൺവേർട്ട് ചെയ്തിട്ടാണ് തേർഡ് കോളത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ക്യാഷ് ഡൗൺ 232.50, പ്രസൻറ്റ് വാല്യൂ 1, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? ക്വസ്റ്റ്യൻ നോക്കി പറഞ്ഞേ, 356.50. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. എത്രയാണ്? എന്താണ്? 2. നോക്കിയേ, 2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.9524 ആണ്. 9524 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 339.53. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 451 ആണ്. അതിൻ്റെ സെക്കൻഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. എത്രയാണ്?
0.9070 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 409.08 എന്ന് വരും. ദെൻ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂ 210 ആണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് 1 rupee എന്ന് പറയുന്നത് 0.8619 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 189.42 കിട്ടും. ഇനി അതിനുശേഷം ടോട്ടൽ എടുക്കുക. ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഓഫിൻ്റെയും ടോട്ടൽ എടുക്കുക. ദെൻ സോ ദ ക്യാഷ് പ്രൈസ് ടോട്ടൽ ക്യാഷ് പ്രൈസ് ഇസ് 11,62,62.53. ലാസ്റ്റത്തെ കോളത്തിൻ്റെ എമൗണ്ട്. ഓക്കെ, റെക്കോർഡ്സ് ഏതൊക്കെ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് ഐറ്റംസ് താഴെ പറയുന്നുണ്ട്. റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസ്: ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ഡൗൺ പേയ്മെൻറ്റ്, അതിൻ്റെ ഡേറ്റ് അറ്റ് വിച്ച് ദ ഇൻസ്റ്റാൾമെൻറ്റ് ബിക്കെയിം ഡ്യൂ, ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, ക്യാഷ് പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ്, ദെൻ നമ്പർ, എമൗണ്ട് ആൻഡ് മോഡ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ നമ്മൾ പർച്ചേസുടെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്ന്, വെൻ ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ദി ഫുൾ ക്യാഷ് പ്രൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെൻ ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ദ ക്യാഷ് പ്രൈസ് ആക്ച്വലി പേ ചെയ്ത ക്യാഷ് പ്രൈസിൽ നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെൻ ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് ഫുൾ ക്യാഷ് പ്രൈസിൽ നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്രയും ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. വെൻ ദി അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ്, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഓക്കെ, ടോട്ടൽ ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടാണെങ്കിൽ. ഇനി ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിൽ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. ഇതാണ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. അടുത്തത്, ഇതാരുടെ ബുക്കിലാന്ന് ഓർത്തോണേ, പർച്ചേസറാണ്. പർച്ചേസർ എന്ന് വെച്ചാൽ അത് ബയ്യർ, നമ്മൾ ആരാണോ അസറ്റ് പോയി വാങ്ങിച്ചത് ആ വ്യക്തിയാണ്. ദെൻ 3, വെൻ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബിക്കെയിം ഡ്യൂ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുമ്പോൾ ജേണൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഇനി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്, ഡ്യൂ ആയ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവും. ജേണൽ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഫോർ ഡിപ്രീസിയേഷൻ ചാർജ് അതിന് വരുന്ന ജേണൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് എന്നാണ്. ഓക്കെ, 6.1 ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ടു P&L അക്കൗണ്ട്. ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം P&L അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രീസ് ഇത്രയാണ് വരുന്നത്. 5, ABC Limited brought a machine on 1/1/2016 from XYZ Limited under the hire purchase system of payment, under which 3 annual installment of rupees 2,412 would be paid. 3 ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണം അടയ്ക്കാനായിട്ട്. ടോട്ടൽ ഓക്കെ, there is no down payment ഇല്ല, and the cash price is 6,000. okay, the rate of interest would be 10% and depreciation 20%. That would be charged on straight line basis ആയിരിക്കും അത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് അവിടെ. ഡേറ്റ് ഓഫ് പർച്ചേസ് January 1, 2016, ഡൗൺ പേയ്മെൻറ്റ് ഇല്ല. ഡേറ്റ് അറ്റ് വിച്ച് ദ ഇൻസ്റ്റാൾമെൻറ്റ് ബിക്കെയിം ഡ്യൂ, ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുത്തു തുടങ്ങിയത് ആ വർഷത്തിൻ്റെ അവസാനമാണ്, December 31, 2016, 17, 18, 3 വർഷത്തേക്കാണ്. 3 വർഷവും നമ്മൾ കൊടുക്കണം. ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് December 31. ക്യാഷ് പ്രൈസ് 6,000. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് 2,412 × 3. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാ, ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2,412 അല്ലേ. അപ്പോൾ എത്ര വർഷത്തേക്ക് അവരത് അടയ്ക്കുന്നത്? 3 വർഷത്തേക്ക്. അപ്പോൾ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാ? 7,236. ദാറ്റ് ഈസ് 2,412 × 3. നമ്പർ, എമൗണ്ട് ആൻഡ് മോഡ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. 3 തവണകളായിട്ട് നമ്മൾ അടയ്ക്കും. 2,412 ആണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ. ദെൻ ഈച്ച് പേയബിൾ ആനുവലി, ഓരോന്നും ആനുവലി നമ്മൾ കൊടുക്കണം.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 20, മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ കാൽക്കുലേഷൻ ആദ്യം നമുക്ക് നോക്കിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ആ വർക്കിംഗ് നോട്ട്സ് ഒന്നെടുത്ത് വർക്കിംഗ് നോട്ട്സിൽ ആ കാൽക്കുലേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ആദ്യത്തെ എത്ര 6000. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? 10% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 6000 ഇൻറ്റു 10/100 600. അപ്പോൾ നമുക്ക് എത്ര വരും? 6600 വരും. അതിനകത്തുനിന്ന് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 6600 കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2412 ആണ്. ഓക്കെ, അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രയും കൂടെ കൊടുക്കണം? 4188. അതാണ് അവിടെ പറഞ്ഞേക്കുന്ന എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 4188. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻട്രസ്റ്റ് കൂടെ ചാർജ് ചെയ്യണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പം ഇനി എത്ര കൂടെ കൊടുക്കാനുണ്ട്? 4188 ഇൻറ്റു 10/100 418. അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കണം? 4606 കൊടുക്കണം. പക്ഷെ നമ്മൾ എത്ര കൂടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വഴി കൊടുക്കും? 2412 കൂടെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയും കൂടെ നമ്മൾ കൊടുക്കണം? 2194. ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ കാൽക്കുലേഷൻ കൊടുത്തിട്ടില്ല. അതായത് 2194 ഇൻറ്റു 10/100 അപ്പം 2018 വരും. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര വരും? 2400. ലാസ്റ്റ് കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 2412 ആണ്. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ എത്ര രൂപ വെച്ചാൽ കൊടുത്തത്? 2412 വെച്ച്. അങ്ങനെ മൂന്നാമത്തെ വർഷം ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ കണ്ടോ. മൂന്നാമത്തെ വർഷം വന്നപ്പോൾ എത്ര രൂപയും കൂടെ ലാസ്റ്റിന് എമൗണ്ട് കോളം നോക്കി നമ്മൾ എത്ര രൂപയും കൂടെ കൊടുക്കാനുണ്ട്? 2412. അതും കൂടെ മൂന്നാമത്തെ വർഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന എല്ലാ എമൗണ്ടും നമ്മൾ കൊടുത്ത് തീർക്കും. അപ്പോൾ വർക്കിംഗ് നോട്ട്സിൽ അത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ആരാണ്? ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് അപ്പോൾ ആരാന്ന് നോക്കിക്കേ? ABC ലിമിറ്റഡ് പർച്ചേസറാണ് കേട്ടോ. പർച്ചേസർ ABC ലിമിറ്റഡ് ബ്രോട്ട് എ മെഷീൻ. അപ്പോൾ അവരല്ലേ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അവരുടെ ജേണൽ എൻട്രിയാണ്. ആദ്യം മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു XY ലിമിറ്റഡ്. എവിടെ നമ്മൾ മെഷീനറി വാങ്ങിച്ചത്? XY ലിമിറ്റഡിൻ്റെ അടുത്ത്. അപ്പം മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു XYZ ലിമിറ്റഡ്. എത്ര രൂപയ്ക്ക്? 6000. ഓക്കെ ആണോ? ഇനി അതിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയല്ലോ. എത്ര രൂപ? എത്ര ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു XYZ ലിമിറ്റഡ്. എത്ര രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു? 600. വർക്കിംഗ് നോട്ട്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ഡിപ്രീസിയേഷൻ? 20% ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. 20%. അപ്പം 600ൻ്റെ 6000ൻ്റെ 20% എന്ന് പറയുമ്പം എത്ര വരും? 1200. മനസ്സിലായോ? ബ്രാക്കറ്റിൽ കാൽക്കുലേഷൻ കാണിച്ചേക്കണേ. ബ്രാക്കറ്റിൽ 6, അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറിയുടെ ബ്രാക്കറ്റിൽ 6000 ഇൻറ്റു 20/100 1200 എന്ന് കാണിച്ചേക്കണം. അടുത്തത് അപ്പം വീണ്ടും അതേ വർഷം ഡിസംബർ 2016 നമ്മൾ മെഷീനറി നമ്മൾ വാങ്ങിച്ചു, ഇൻട്രസ്റ്റ് കൊടുത്തു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഇനി നമ്മൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുവാണ്. അപ്പം എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ എൻട്രി? XYZ ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. എത്ര രൂപ ഇൻസ്റ്റാൾമെൻറ്റ്? 2412. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഡിപ്രീസിയേഷനും രണ്ടും നമുക്ക് ലോസാണ്. അത് എങ്ങോട്ടേക്ക് രണ്ടും നമുക്ക് എക്സ്പെൻസ് ആണ്. ഇത് രണ്ടും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മുടെ P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഇൻട്രസ്റ്റ് എത്ര ആവുന്ന? 600, ഡിപ്രീസിയേഷൻ 1200. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ, അതായത് 2016 കംപ്ലീറ്റ് എൻട്രീസ് നമ്മൾ തീർത്തു. ഇനി മൂന്നാമത്തെ വർഷം നമ്മൾ വീണ്ടും തുടങ്ങും. മൂന്നാമത്തെ വർഷം എഴുതുമ്പം ആ ആദ്യത്തെ വർഷത്തെ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അതായത് ആദ്യത്തെ ജേണൽ എൻട്രി കണ്ടോ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു XY ലിമിറ്റഡ്, അതിനി എഴുതണ്ട. അത് ആദ്യത്തെ വർഷം ആയതുകൊണ്ട് മാത്രം നമ്മൾ എഴുതിയത്. നമ്മളിനി രണ്ടാമത്തെ എൻട്രി, അതായത് ഇൻട്രസ്റ്റ് തൊട്ട് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ അതാ നോക്കിക്കേ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു XYZ ലിമിറ്റഡ്. വർക്കിംഗ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 418 ആണ്. അതായത് 4188 ഇൻറ്റു 10/100. വർക്കിംഗ് നോട്ടിലൂടെ നോക്കി വേണം ചെയ്യാനേ. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോകണം. ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറി. അപ്പോൾ
അപ്പോൾ കഴിഞ്ഞ വർഷം മെഷീനറിയുടെ വാല്യൂ എത്ര വന്നായിരുന്നു? ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും അല്ലേ, എല്ലാ വർഷവും സെയിം ആയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അഗെയിൻ 6000 × 20/100 എത്ര തന്നെ വരും? 1200. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പം XYZ ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, ഇൻസ്റ്റാൾമെൻറ്റിൽ മാറ്റമില്ല 2412. ഇനി ആ വർഷത്തെ ഇൻട്രസ്റ്റും ആ വർഷത്തെ ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജേണൽ എൻട്രി P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡെബിറ്റ് സൈഡിലേക്ക്. അപ്പോൾ 2017 കഴിഞ്ഞ് ഇനി വീണ്ടും 2018 2018 ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു XYZ ലിമിറ്റഡ്, എമൗണ്ട് 2218 ആണ്. കാൽക്കുലേഷൻ പുറയിലുണ്ട്. ഡിപ്രീസിയേഷൻ കൊടുക്കുന്നു, സെയിം ആണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. എല്ലാ വർഷവും 3 വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. 6000 × 20/100 1200. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പം XYZ ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 2412. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടും കൂടെ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ P&L മാറ്റുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ കഴിഞ്ഞു. സിമ്പിളാണ് ജേണൽ എൻട്രി, വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 3 വർഷത്തെ റിപ്പീറ്റ് അടിച്ചങ്ങ് പോയാൽ മതി. അപ്പം ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ABC ലിമിറ്റഡിൻ്റെ മെഷീനറി അക്കൗണ്ട്, നമ്മൾ ആ ഡിപ്രീസിയേഷനൊക്കെ മെഷീനറി അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്, അത് കാണിച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ 2016 January 1 ടു XY ലിമിറ്റഡ്, അതായത് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലേ, ആരുടെ അടുത്തു നിന്ന്? XY ലിമിറ്റഡിൻ്റെ അടുത്തു നിന്ന്. അപ്പം മെഷീനറി അക്കൗണ്ടിൽ ടു XYZ ലിമിറ്റഡ് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 6000. അതിന് ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതേ വർഷം ഇപ്പുറത്തെ സൈഡിൽ ബൈ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു ആ വർഷത്തെ ഡിപ്രീസിയേഷൻ? ആ വർഷത്തെ എന്നല്ല, 3 വർഷവും 6000 20% 1200 വെച്ചാണ്. ബൈ ഡിപ്രീസിയേഷൻ 1200, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും? 4800. അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. വീണ്ടും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എത്രയാണ്? 1200. വീണ്ടും ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ 3600, അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. 3-ാമത്തെ വർഷവും ഡിപ്രീസിയേഷൻ 1200, ബാലൻസ് ക്യാരി ഡൗൺ 2400. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് കേട്ടോ. അതൊക്കെ ആ ക്ലാസ് കാണാത്തവരത് കണ്ടിട്ടേ ഇത് വന്ന് നോക്കാവുള്ളൂ. അടുത്ത് XYZ ലിമിറ്റഡ്, അതായത് ഇവരാണ് വെൻഡർ ആരാ? സെല്ലർ കേട്ടോ. നമ്മൾ മെഷീനറി വെറ്റ അവരാണ്, അവരുടെ അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവർക്ക് മെഷീനറി പോവുക ചെയ്തല്ലേ. അപ്പോൾ അതായിട്ട് ക്രെഡിറ്റ് സൈഡ് നോക്കിക്കേ, 2016 January 1 അവർക്ക് മെഷീനറി സെയിലായിട്ടുണ്ട് ആണല്ലോ. ആർക്ക്? ABC ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ ബൈ മെഷീനറി അക്കൗണ്ട് എത്ര രൂപയ്ക്ക് അത് വിറ്റ് പോയത്? 6000 അല്ലേ. ബൈ മെഷീനറി അക്കൗണ്ട് 6000. ഇനി അതേ വർഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി, നമുക്ക് ഇൻട്രസ്റ്റും കിട്ടി. നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയത്? 600. കാൽക്കുലേഷനൊക്കെ നോക്കണേ. അപ്പം ആ വർഷത്തിൻ്റെ അവസാനമാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ December 31 ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 600, ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 600. ഇനി ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എന്താ? നമുക്ക് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി അല്ലേ. ഇൻസ്റ്റാൾമെൻറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 2412. ഓക്കെ, അപ്പോൾ ആ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയതാണ്. അപ്പം അത് സോൾവ് ചെയ്ത് ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും? 4188 എന്ന് വരും. ടു ബാലൻസ് ക്യാരി ഡൗൺ 4188. ക്യാരി ഡൗൺ ചെയ്ത് ഇപ്പുറത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യണം 4188. പിറ്റേ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 4480. ഓക്കെ, ഇപ്പുറത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും ടു ബാങ്ക് 2412. വീണ്ടും ബാലൻസ് ചെയ്യുന്നു, ക്യാരി ഡൗൺ വരുന്നു, അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. 3-ാമത്തെ വർഷം ലാസ്റ്റ് ഇയർ ആണ്. ബ്രോ ഡൗൺ ചെയ്ത എമൗണ്ട് 2194 ആണ്. ആ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2018 ആണ്. ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2412. ഇൻസ്റ്റാൾമെൻറ്റ് മാറ്റമില്ല, എല്ലാ വർഷവും സെയിം ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 3 വർഷത്തെയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് 2412 ഡെബിറ്റും 2412 ക്രെഡിറ്റും വരും. എവിടെയും കൂടുതലുമില്ല, കുറവുമില്ല. ഇതാണ് വെൻഡറുടെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ.